സംസാരിച്ചുകൊണ്ടിരിക്കുക തിരിഞ്ഞു നിന്ന് 2 സ്റ്റെപ്പ് നടന്നു വന്ന് എന്നെ കൈപിടിച്ചുയർത്തി അദ്ദേഹത്തോട് ചേർത്ത് നിർത്തി. വലിയ ഒരു തരംഗം തന്നെയാണ്. മാഷ് ഒരു മിഷൻ ഏൽപ്പിക്കാൻ പോകുന്നു, അത് സന്തോഷത്തോടെ ഏറ്റെടുത്ത് നിർവഹിക്കണം. ഇതാണ് അദ്ദേഹം പറഞ്ഞ വാക്ക്. സഹസ്രവാദനായാണ് രാജ്യസഭയിലേക്ക് കയറി ചെല്ലാൻ പോകുന്നത്. വലിയൊരു ഉത്തരവാദിത്തമാണ് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ആത്മവിശ്വാസത്തോടെ തന്നെ അത് ശിരസ് നമിച്ചുകൊണ്ട് ഏറ്റെടുക്കുന്നു. കാരണം വലിയൊരു പ്രസ്ഥാനം എൻ്റെ പിന്നിലുണ്ട്, അല്ലെങ്കിൽ എൻ്റെ മുന്നിലുണ്ട്, എങ്ങനെ വേണമെങ്കിലും പറയാം. നമുക്ക് നേരെ വാളോങ്ങിയവരാണ് എങ്കിൽ തന്നെയും അവരെയും കൂടെ ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് നാടിന് വേണ്ടി പ്രവർത്തിക്കാം എന്ന ഒരു നയമാണ് ഞങ്ങളുടെ. 31 വർഷങ്ങൾ എങ്ങനെയാണ് ആ ഒരു രാത്രിയെ ഓർത്തെടുക്കുന്നത്? അവർക്കറിയാവുന്ന ഒരു മാർഗം ഒന്നേ ഉള്ളൂ, അക്രമ രാഷ്ട്രീയത്തിന്റെ മാർഗമാണ്. നിലമേൽ NSS കോളേജിലുണ്ടായ പ്രശ്നം, അത്തന്നാളിൽ 3 പ്രവർത്തകരെ ചെളിയിൽ ചവിട്ടി താഴ്ത്തി കൊലപ്പെടുത്തിയ സംഭവം, യൗവനത്തിന്റെ തുടിപ്പിലേക്ക് കടന്നു വന്ന ആ കൊച്ചു കുട്ടികളെ പുഴയിലേക്ക് ചാടിച്ച് വെള്ളത്തിൽ മുക്കിക്കൊന്ന സംഭവം, ദുർഗാദാസിന്റെ ചേതനയേറ്റ ശരീരം ഏറ്റുവാങ്ങിയ ഭരതേട്ടന്റെ ആ ചിത്രം എല്ലാവരുടെ മനസ്സിലുമാണ്. സംഘത്തിന് സമർപ്പിച്ച എൻ്റെ മകനാണ്, അവൻ ജീവിച്ചാലും മരിച്ചാലും പുണ്യകർമ്മമാണ്. നമസ്കാരം. ഭാരതത്തിന്റെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി പറഞ്ഞതുപോലെ അനീതിക്ക് മുന്നിൽ തലകുനിക്കാത്ത ധൈര്യത്തിന്റെ പ്രതിരൂപമായ ശ്രീ സദാനന്ദൻ മാസ്റ്ററാണ് ഇന്ന് എനിക്കൊപ്പം ഉള്ളത്. മാസ്റ്റർ നമസ്കാരം. നമസ്കാരം. ആദ്യം തന്നെ വളരെയേറെ അഭിനന്ദനങ്ങൾ രാജ്യത്തിന്റെ MP ആയി മാറുന്നതിൽ, അല്ലെങ്കിൽ ഞങ്ങൾ മലയാളികൾക്കെല്ലാം വലിയൊരു അഭിമാന നിമിഷം സമ്മാനിക്കുന്നതിൽ. നമുക്കറിയാം, ഈ ഒരു അവസരം തേടിയെത്തുമ്പോൾ പുതിയ ഒരു ഉദ്യമമാണ് കയ്യിലേക്ക് വരുന്നത്. എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്? ആദ്യമേ തന്നെ ജനം TV ദേശീയ ആശയങ്ങളുടെ പ്രചാരണം ഏറ്റെടുത്തുകൊണ്ട് നടത്തുന്ന പ്രവർത്തനങ്ങളൊക്കെ ശ്ലാഘനീയമാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ടും ജനം TVയുടെ അണിയറ പ്രവർത്തകർക്കും പ്രേക്ഷകർക്കും അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ടും ഞാൻ ആരംഭിക്കാം. അങ്ങയുടെ ചോദ്യം ഈ ഒരു പുതിയ നിയോഗത്തെ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ്. ഞാൻ നിയോഗം എന്ന് കൂടുതൽ ആവർത്തിച്ചു പറയുന്നത് 2 ദിവസം മുമ്പാണ്, അതായത് ഇന്നലെയാണ് ഇങ്ങനെയൊരു രാജ്യസഭ MP ആയി നാമനിർദ്ദേശം ചെയ്തിരിക്കുന്നു എന്നുള്ള നോട്ടിഫിക്കേഷൻ വരുന്നത്. അതിന് 2 ദിവസം മുമ്പ് മോദിജി നേരിട്ട് തന്നെ എന്നെ വിളിക്കുകയുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം സാമാന്യമായ നിലയ്ക്കുള്ള സുഖാന്വേഷണങ്ങളൊക്കെ നടത്തിയതിന് ശേഷം അപ്രതീക്ഷിതമായി തന്നെയാണ്, അപ്പോൾ എന്തിനാണ് മോദിജി എന്നോട് സംസാരിക്കുന്നത് എന്നുള്ളൊരു ആകാംക്ഷ ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഒരു മാഷ് ഒരു മിഷൻ ഏൽപ്പിക്കാൻ പോകുന്നു, അത് സന്തോഷത്തോടെ ഏറ്റെടുത്ത് നിർവഹിക്കണം. ഇതാണ് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ. ഹിന്ദി എന്താണെന്ന് പറഞ്ഞില്ല. ഇല്ല, എന്താണെന്ന് പറഞ്ഞില്ല. എന്താണെന്ന് ചോദിക്കാൻ എനിക്ക് ആ സമയത്ത് സാധിച്ചതുമില്ല. കാരണം അങ്ങേത്തലയിൽ മോദിജിയാണ്, ലോകം ആരാധിക്കുന്ന ഒരു മഹാപുരുഷനാണ്. അദ്ദേഹം പറയുന്നത് നമ്മുടെ ശിരസ് നമിച്ച് കേൾക്കുക എന്നുള്ളതല്ലാതെ എന്തെങ്കിലും തിരിച്ചു ചോദിക്കുക, തിരിച്ചു പറയുക എന്നുള്ളത് ആ നിമിഷത്തിൽ അസാധ്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കേട്ടു, ശരി എന്നുള്ള മറുപടി പറഞ്ഞു. അപ്പോൾ ഔദ്യോഗികമായി അറിയിപ്പ് കിട്ടും, അതുവരെ ഇത് മനസ്സിൽ വെച്ചാൽ മതി എന്നും കൂടി മോദിജി ഓർമ്മിപ്പിച്ചു. പിന്നെ പാർട്ടിയുടെ ദേശീയ സംഘടനാ ജനറൽ സെക്രട്ടറി BL സന്തോഷ് ജി അദ്ദേഹം വിളിച്ചു. അദ്ദേഹവും ഇതേ രീതിയിലാണ് സംസാരിച്ചത്. പിന്നീട് ഇന്നലെ രാവിലെയാണ് പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ബഹുമാന്യ രാജീവ് ചന്ദ്രശേഖർജി നോട്ടിഫിക്കേഷൻ വന്ന് ഓഫീസിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതാണ് സംഗതി, രാജ്യസഭയിലേക്ക് മാഷ് നോമിനേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന്. അപ്പോൾ ഞാൻ അത്രയും സമയം കൊണ്ട് എൻ്റെ മനസ്സ് തയ്യാറെടുക്കുകയായിരുന്നു. എന്തോ ഒരു ദൗത്യം, ആകാംക്ഷയെ എങ്ങനെയാണ് നേരിട്ടത്? സത്യത്തിൽ അത് എന്താണ് എനിക്ക് ആ സമയത്ത് തോന്നിയത് എന്ന് എനിക്ക് വിശദമാക്കാനൊരു ബുദ്ധിമുട്ടുണ്ട്. ആ വാക്കുകൾ എങ്ങനെ പറയണം എന്ന് എനിക്കറിയില്ല. അപ്പോൾ തുടർന്നുള്ള മോദിജിയുടെ ഈ വിളി വന്നതിന് ശേഷമുള്ള ഓരോ നിമിഷവും എന്തായിരിക്കും, എന്താണ്. ഇപ്പം ഞാൻ പാർട്ടിയുടെ ഒരു ഭാരവാഹിയാണ്, സംസ്ഥാന ചുമതലയുണ്ട്. അപ്പോൾ പിന്നെ അതായിരിക്കില്ല, അത് നേരത്തെ കഴിഞ്ഞ ദിവസം അതിൻ്റെ പ്രഖ്യാപനങ്ങൾ, അതിനുവേണ്ടി മാത്രമായി മോദിജി വിളിക്കില്ലല്ലോ. അപ്പോൾ മറ്റെന്തായിരിക്കും എന്നുള്ളൊരു ആകാംക്ഷ തീർച്ചയായിട്ടും മനസ്സിലുണ്ടായിരുന്നു. പിന്നെ സ്വാഭാവികമായിട്ട് ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ആരോടെങ്കിലുമൊക്കെ സംസാരിച്ച് ചോദിച്ച് അതരുത് എന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തിയിരുന്നു. ഈ കാര്യം മനസ്സിൽ വെച്ചാൽ മതി, അത് 100% പാലിക്കണമല്ലോ. അപ്പോൾ ആ നിലയ്ക്ക് എന്തായിരിക്കും നോക്കാം എന്നുള്ള നിലയ്ക്ക് കുറച്ചുകൂടി ദിവസങ്ങളൊക്കെ കഴിയുമ്പോൾ അറിയാമല്ലോ എന്നുള്ള നിലയ്ക്കായിരുന്നു. പക്ഷെ വളരെ പെട്ടെന്നാണ് അദ്ദേഹം മോദിജി വിളിച്ച് തൊട്ടടുത്ത ദിവസം ഈ ഒരു കാര്യം അറിയിച്ചുകൊണ്ട് സംസ്ഥാന അധ്യക്ഷൻ വിളിക്കുന്നത്. അപ്പം ഞാൻ സത്യത്തിൽ മോദിജിയുടെ അന്നത്തെ വാക്കുകൾ തന്നെ ഞാൻ ശിരസിലേറ്റുന്നു, മനസ്സിലേറ്റുന്നു. ദൗത്യം ഏൽപ്പിക്കുന്നു, ഒരു മിഷൻ എന്നാണ് പറഞ്ഞത്. ദൗത്യം എന്ന വാക്കിന് മഹത്വപൂർണമായ അർത്ഥതലങ്ങളുണ്ട്.
ഒരു സമർപ്പണം അതിൽ വേണ്ടതുണ്ട്, നിസ്വാർത്ഥതയുടെ അംശം അതിലുണ്ട്. അംശമല്ല, പൂർണ്ണമായിട്ടും ആ നിലയ്ക്കുള്ള കാര്യങ്ങളുണ്ട്. ലക്ഷ്യബോധം വേണം, പ്രവർത്തന പദ്ധതി വേണം. ഇതൊക്കെയാണ് ഒരു ദൗത്യ നിർവഹണത്തിന് ആവശ്യം. അപ്പോൾ ആ നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകളെ ശിരസാ നമിച്ചുകൊണ്ട് സ്വീകരിച്ചുകൊണ്ട് തന്നെ ആ ദൗത്യം ഞാൻ സ്വീകരിച്ചു. അടുത്തത് എന്താണ് ദൗത്യം എന്നുള്ളതാണ്. എൻ്റെ സങ്കല്പത്തിൽ പാർട്ടി ഈ നാട്ടിലെ ജനങ്ങൾക്ക് നൽകുന്ന ഒരു സന്ദേശമുണ്ട്. പ്രത്യേകിച്ച് മോദിജി വികസിത ഭാരതം എന്ന ഒരു സങ്കല്പം കുറേ നാളുകളായിട്ട് ഭാരതത്തിന് നൽകിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ പ്രത്യേകമായ സവിശേഷമായ രാഷ്ട്രീയ സാഹചര്യത്തിൽ പാർട്ടിക്ക് വിജയങ്ങൾ കൈവരിക്കാൻ ആവശ്യമായ തരത്തിലുള്ള ജനപിന്തുണ ആർജിക്കാൻ, പൊതുസമൂഹത്തിൻ്റെ സർവതോമുഖമായ ഉന്നതിക്ക് ആവശ്യമായ ക്ഷേമ പദ്ധതികൾ ഒക്കെ നടപ്പിലാക്കി സുസ്ഥിര വികസനം, അത് പാർട്ടി എന്നും അടിവരയിട്ട് പറയുന്നതാണ്, കേവലം താൽക്കാലികമായി ഉണ്ടായി വരുന്ന ആവശ്യങ്ങളെ നിർവഹിക്കുക എന്നതിനപ്പുറത്ത് തലമുറകൾക്ക് ഗുണപ്രദമാകാവുന്ന പദ്ധതികളും പരിപാടികളും ഒക്കെ, അതാണല്ലോ സുസ്ഥിര വികസനം. അപ്പൊ അതെല്ലാം ചേർത്തുകൊണ്ടുള്ള ഒരു പ്രവർത്തന പദ്ധതി ഈ കേരളത്തിന് അനിവാര്യമാണ്. രണ്ട് കാരണങ്ങളാൽ. ഒന്ന്, പരമ്പരാഗതമായി കേരളത്തിൽ ഭരണം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് പരമ്പരാഗത മുന്നണികൾ, ഈ രണ്ടു കൂട്ടരുടെയും പൊതു സ്വഭാവം നിഷേധാത്മകത അതിലൂന്നിക്കൊണ്ട് രാഷ്ട്രീയം നടപ്പിലാക്കുക എന്നുള്ളതാണ്. UDF-നെതിരെ LDF, LDF-നെതിരെ UDF. അവിടെ ഒരു ഭാവാത്മകത വരേണ്ടതുണ്ട്. ഈ എതിരെ എന്നതിന് പകരം ജനങ്ങൾക്ക് വേണ്ടി എന്നൊരു സങ്കല്പത്തിലേക്ക് വരണം. ആ നിലയ്ക്കാണ് സംസ്ഥാന അധ്യക്ഷൻ ബഹുമാന്യനായ രാജീവ് ചന്ദ്രശേഖർജി വികസിത കേരളം എന്ന ആശയത്തെക്കുറിച്ച് ജനങ്ങളോട് വിശദീകരിക്കുന്നത്. ആ തരത്തിലാണ്. നമ്മൾ ഈ പറയുന്ന നിഷേധാത്മക രാഷ്ട്രീയത്തിന് തൽക്കാലം ഒരു വിടുതൽ നൽകിക്കൊണ്ട് ഭാവാത്മക രാഷ്ട്രീയത്തിൻ്റെ തലത്തിലേക്ക് നമ്മൾ വരണം. കേരളത്തിനാവശ്യം കുറേയധികം വാചാടോപങ്ങളല്ല, കേരളത്തിനാവശ്യം മുദ്രാവാക്യങ്ങളല്ല. ജനങ്ങൾക്ക് സ്വപ്നങ്ങൾ നൽകാൻ കഴിയുന്ന, ആ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാൻ കഴിയുന്ന ദർശനമുണ്ടാകണം, കാഴ്ചപ്പാടുകൾ ഉണ്ടാകണം, നിലപാടുകൾ സ്വീകരിക്കണം. അതിനെല്ലാം ചേർത്ത് പറയുന്ന പേരാണ് വികസിത കേരളം എന്നുള്ളത്. അത് സാധ്യമാക്കാൻ കഴിയുന്ന തരത്തിൽ പാർട്ടി സംവിധാനങ്ങൾ, ഭരണകൂട സംവിധാനങ്ങൾ അതെല്ലാം ഉപയോഗപ്പെടുത്തി പൊതുസമൂഹത്തിൻ്റെ നന്മ ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുക. അതാണ് മോദിജിയുടെ ആ ദൗത്യം എന്നുള്ള ദ്വയാക്ഷരിയിൽ നിന്ന് ഞാൻ വായിച്ചെടുത്തത്. ആ നിലയ്ക്കുള്ള കാര്യങ്ങളാണ് മനസ്സിൽ വരുന്നത്. ഇപ്പോ മാരാർജിയുടെ വാക്കുകൾ കടമെടുക്കുകയാണെങ്കിൽ സഹസ്രവാദനായാണ് രാജ്യസഭയിലേക്ക് കയറി ചെല്ലാൻ പോകുന്നത്. വലിയൊരു ഉത്തരവാദിത്തമാണ് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പൊ അങ്ങ് തന്നെ പറഞ്ഞു, മോദിജി പറഞ്ഞ ആ ദൗത്യം എന്ന് പറയുന്ന രണ്ടക്ഷരത്തിൽ എനിക്ക് തോന്നുന്നു വലിയ ഒരു ജനതയുടെ തന്നെ വിശ്വാസമുണ്ട്, അല്ലെങ്കിൽ അവരുടെ ഒരു പ്രതീക്ഷയുണ്ട് അങ്ങ് അവിടേക്ക് കയറി ചെല്ലുമ്പോൾ. കാരണം ഒരു സാധാരണക്കാരൻ എന്ന നിലയ്ക്ക് രാഷ്ട്രപതി നോമിനേറ്റ് ചെയ്ത് അവിടേക്ക് എത്തിപ്പെടുമ്പോൾ വലിയൊരു പ്രതീക്ഷയുണ്ട് മലയാളികൾക്ക് പ്രത്യേകിച്ചും. എങ്ങനെയാണ് അതിനെ അഭിമുഖീകരിക്കാൻ പോകുന്നത്? വലിയൊരു ഉത്തരവാദിത്തമാണ് എന്നുള്ളതാണ്. ഉത്തരവാദിത്തം വളരെ വലുതാണ്, വളരെ വലുതാണ്. പക്ഷെ ആത്മവിശ്വാസത്തോടെ തന്നെ അത് ശിരസ് നമിച്ചുകൊണ്ട് ഏറ്റെടുക്കുന്നു. കാരണം വലിയൊരു പ്രസ്ഥാനം എൻ്റെ പിന്നിലുണ്ട്, അല്ലെങ്കിൽ എൻ്റെ മുന്നിലുണ്ട്, എങ്ങനെ വേണമെങ്കിലും പറയാം. അതുപോലെ ജനക്ഷേമം മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട്, നാടിൻ്റെ നന്മ മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമുണ്ട്. ഭരണകൂട സംവിധാനമുണ്ട്, പാർട്ടി സംവിധാനമുണ്ട്. ഇതിനെയൊക്കെ പ്രതീക്ഷയോടെ കാണുന്നതും രണ്ട് കൈയും നീട്ടി സ്വീകരിക്കാൻ പറ്റുന്നതുമായ മാനസികാവസ്ഥയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന പൊതുസമൂഹമുണ്ട്. അപ്പോൾ ഇതാണ് ആത്മവിശ്വാസത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത്. മറ്റൊന്ന്, കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന, ഞാൻ എപ്പോഴും പറയാറുണ്ട് പാർട്ടി പ്രവർത്തകരോടും പൊതുസമൂഹത്തോടും സംവദിക്കുമ്പോൾ പറയുന്ന കാര്യം, ഗർഭസ്ഥ ശിശു മുതൽ വന്ധ്യവയോധികരായ ആളുകൾ വരെയുള്ള ആളുകൾക്ക് ക്ഷേമം ഉറപ്പാക്കുന്ന 100 കണക്കിന് പദ്ധതികൾ ഇന്ന് ഭാരതത്തിൽ വിജയപ്രദമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സഹോദരിമാരുടെ ഗർഭാവസ്ഥയിൽ തന്നെ അവർ കുഞ്ഞുങ്ങൾ പ്രസവിക്കുമ്പോൾ കൊടുക്കുന്ന ആനുകൂല്യം മുതൽ 70 വയസ്സ് പൂർത്തിയായ ആളുകൾക്ക് അവരുടെ വരുമാനമോ മറ്റെന്തെങ്കിലുമോ മാനദണ്ഡമാക്കാതെ എല്ലാവർക്കും 5 ലക്ഷം രൂപ വരെ ഇൻഷുറൻസ് ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ആയുഷ്മാൻ ഭാരത് പദ്ധതിയുടെ ആ കാര്യങ്ങൾ, അതിനിടയിൽ വരുന്ന ഏത് വിഭാഗത്തെയും കൈപിടിച്ചുയർത്താൻ കഴിയുന്ന പദ്ധതികൾ നമ്മൾ നടപ്പിലാക്കുന്നുണ്ട്. ഇതാണ് ആത്മവിശ്വാസത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത്. നമുക്ക് അവ്യക്തമായ എന്തെങ്കിലും ആശയങ്ങൾ പറയുക എന്നുള്ളതല്ല, വ്യക്തതയോടുകൂടി ഇതാണ് മാതൃക എന്ന് ജനങ്ങളോട് പറയാൻ കഴിയുന്ന അനുഭവം നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ആത്മവിശ്വാസം കൈമുതലാക്കി ഈ പറയുന്ന ദൗത്യ പൂർത്തീകരണം ഇതിൻ്റെ അടിസ്ഥാനത്തിൽ സാധിച്ചെടുക്കാം എന്നുള്ളതാണ് വിശ്വാസം.
നരേന്ദ്രമോദി എന്ന് പറയുന്ന നമ്മുടെ ഭാരതത്തിന്റെ പ്രധാനമന്ത്രി നേരിട്ട് ഏൽപ്പിച്ച ദൗത്യമാണ്. അതിന് എന്താ പറയാ, നമുക്ക് അതിനോടുള്ള ഉത്തരവാദിത്തം രണ്ടിരട്ടി അല്ലെങ്കിൽ 100 ഇരട്ടിയാണ്. കാരണം രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നേരിട്ട് വിളിച്ചറിയിക്കുന്ന ദൗത്യമാണ്. ഇതിനു മുൻപ് മോദിയോട് നമുക്കറിയാം 2016 നിയമസഭാ തിരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലൊക്കെ മോദിജി ഇവിടെ വന്നതും അങ്ങയെ കുറിച്ച് സംസാരിച്ചതും എല്ലാം എന്താ പറയാ രോമാഞ്ചപീഡിതമായി കേട്ടവരാണ് നമ്മൾ എല്ലാവരും. എങ്ങനെയായിരുന്നു ആ നിമിഷങ്ങൾ അല്ലെങ്കിൽ മോദിജി വിളിച്ച സമയം? അതെ, അതും ഇതുപോലെ ഒരു അപ്രതീക്ഷിതമായ അവിശ്വസനീയമായ ഒരു സന്ദർഭം എന്ന് പറയേണ്ടി വരും. കാസർഗോഡാണ് മോദിജി 2016 തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായിട്ട് വരുന്നത്. അന്ന് പാർട്ടി നിശ്ചയം അനുസരിച്ച് കാസർഗോഡ് ജില്ലയിലെ മണ്ഡലങ്ങളിലുള്ള സ്ഥാനാർത്ഥികളുടെ ഒരു സംഗമം, വലിയ പൊതുസമ്മേളനം. അപ്പോൾ ഒരു 2-3 ദിവസം മുമ്പ് ഈ പരിപാടിക്ക് കണ്ണൂർ ജില്ലയിലെ കുത്തുപറമ്പ് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി കൂടി പങ്കെടുക്കണം എന്നൊരു നിർദ്ദേശം പാർട്ടി ജില്ലാ ഓഫീസിലേക്ക് വരികയാണ്. അതനുസരിച്ചാണ് ഞാനിവിടെ പങ്കെടുക്കുന്നത്. സാധാരണ നിലയ്ക്ക് മോദിജി വരുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് മോദിജി അത്രയും അടുത്ത്, നേരത്തെ പാർട്ടിയുടെ ചുമതലകളൊക്കെ ഉണ്ടെങ്കിൽ അത്രയും അടുത്ത് മോദിജിയെ കാണാനും ഒരുപക്ഷെ 1-2 വാക്ക് സംസാരിക്കാനുമുള്ള ഒരവസരമാണ് എന്ന് ഒരു മുൻവിധിയോടെ സ്റ്റേജിൽ ഇരിക്കുകയാണ്. അപ്പൊ മോദിജി കയറി വരുന്ന സന്ദർഭത്തിൽ തന്നെ നമ്മൾ സ്വാഭാവിക മാനസികമായി തയ്യാറെടുപ്പ് നടത്തുമല്ലോ, അദ്ദേഹത്തെ കാണുമ്പോൾ അഭിവാദ്യം ചെയ്യണം എന്ന രീതിയിലൊക്കെ. അങ്ങനെ ഒരു ചിന്ത മനസ്സിലേക്ക് കടന്നു വരുമ്പോൾ തന്നെ മോദിജി സ്റ്റേജിലേക്ക് കയറി വരുന്നു. ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്, അദ്ദേഹം എല്ലാവരെയും നോക്കി പെട്ടെന്ന് എൻ്റെ നേരെയുള്ള അദ്ദേഹത്തിന്റെ നോട്ടം എന്നിലേക്ക് പതിക്കുന്നു. നേരെ അദ്ദേഹം എൻ്റെ തൊട്ടിപ്പുറത്തുള്ള ആളുകളെയൊക്കെ അങ്ങോട്ടൊന്നും ശ്രദ്ധിക്കാതെ നേരെ എൻ്റെ അടുത്തേക്ക് വരികയാണ്. ഞാൻ നമസ്തേ പറയാൻ കൈ ഉയർത്തുമ്പോഴേക്കും അദ്ദേഹത്തിന്റെ 2 കൈകളും ചേർത്ത് എൻ്റെ കൈകൾ ചേർത്ത് പിടിച്ച് സുഖവിവരം അന്വേഷിക്കുകയാണ്. അത് അവിശ്വസനീയമാണ്. ഇപ്പോഴും അങ്ങനെ അദ്ദേഹത്തിന്റെ ആ ഒരു ഹോംവർക്ക് നമ്മൾ പറയാറില്ല. അപ്പൊ എന്തുകൊണ്ടാണ് കുത്തുപറമ്പിലെ സ്ഥാനാർത്ഥി പങ്കെടുക്കണം എന്നാവശ്യപ്പെട്ടത്? ഒരുപക്ഷെ എൻ്റെ ഫോട്ടോയിലൂടെയുള്ള പരിചയം അദ്ദേഹത്തിനുണ്ടാവും. പക്ഷെ ആ പരിചയം എന്നെ കാണുമ്പോൾ തന്നെ തിരിച്ചറിയുകയും എൻ്റെ അടുത്തേക്ക് വരികയും ഞാൻ നമസ്കാരം പറയുന്നതിന് മുന്നേ ഇങ്ങോട്ട് എൻ്റെ 2 കൈകളും ചേർത്ത് പിടിച്ച് നമസ്കാരം പറയുകയും ഒക്കെ ചെയ്തപ്പോൾ എത്ര മഹത്വപൂർണമായ ഒരു സമീപനമാണ് അദ്ദേഹത്തിൻ്റെത് എന്ന് മനസ്സിലാവുകയാണ്. അത് ജീവിതകാലത്ത് എന്നും നമുക്കൊരു പ്രേരണ തരുന്ന, ആവേശം തരുന്ന, ആത്മവിശ്വാസം തരുന്ന ഒരു സന്ദർഭമായിട്ട് തന്നെയാണ് കരുതുന്നത്. പിന്നീട് പ്രസംഗത്തിനിടയിലാണ് അദ്ദേഹം വിഷയത്തിലേക്ക് പ്രവേശിച്ചു. പിന്നെ മെല്ലെ മെല്ലെ കേരളമായതുകൊണ്ട്, പ്രത്യേകിച്ച് കാസർഗോഡ് നമ്മുടെ വടക്കേ മലബാർ ആയതുകൊണ്ട് അദ്ദേഹം ഈ CPM അനുവർത്തിച്ചു വരുന്ന അസഹിഷ്ണുതയുടെ അതിൻ്റെ ആവിഷ്കാരം എന്നുള്ള നിലയ്ക്ക് തന്നെയാണ്. പെട്ടെന്ന് ആ വിഷയത്തിലേക്ക് കിടക്കുന്നു. ഉടനെ സംസാരിച്ചുകൊണ്ടിരിക്കുക തിരിഞ്ഞു നിന്ന് എൻ്റെ കൈ പിടിച്ച്, ഞാൻ ഇരിക്കുന്നിടത്തേക്ക് അദ്ദേഹം 2 സ്റ്റെപ്പ് നടന്നു വന്ന് എന്നെ കൈ പിടിച്ചുയർത്തി അദ്ദേഹത്തോട് ചേർത്ത് നിർത്തി. പിന്നെ ഒരു 2-3 മിനിറ്റ് നേരം അദ്ദേഹം സംസാരിക്കുകയാണ്. അത് വലിയ ഒരു തരംഗം തന്നെയാണ് സൃഷ്ടിച്ചത്. പ്രത്യേകിച്ച് പാർട്ടി അണികളിൽ, പൊതുസമൂഹത്തിനിടയിൽ അദ്ദേഹത്തെ, അത് ഞാൻ എന്നുള്ളതല്ല, മറിച്ച് നരേന്ദ്രമോദിജി എന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ സമീപനം എന്ത് എന്ന് കാട്ടുന്നതാണ്. കാര്യകർത്താക്കളോടുള്ള വാത്സല്യം, അവർക്ക് വേണ്ടിയുള്ള കരുതൽ, ഇതിൻ്റെയൊക്കെ ഒരു അടയാളമായിട്ടാണ് അത് ആത്മവിശ്വാസം എന്നെന്നും നമുക്ക് ഒരു ആവേശം തരുന്ന സ്മരണ. തീർച്ചയായും 9 വർഷങ്ങൾക്ക് ശേഷം ഇന്നും ആ വീഡിയോ കാണുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന ഒരു അനുഭൂതി എന്ന് പറയുന്നത് തീർച്ചയായും പറയാൻ പറ്റാത്തതിനും അധികമാണ് എന്നുള്ളത് തന്നെയാണ്. തീർച്ചയായിട്ടും. ഇന്നലെ അല്ലെങ്കിൽ 2 ദിവസം മുൻപ് ഫോൺ വിളിച്ചപ്പോ എങ്ങനെയായിരുന്നു? ആ ഒരു ഫോൺ വിളിയോട് എങ്ങനെയാണ് പ്രതികരിച്ചത്? അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ലേ. അപ്പോ പ്രൈം മിനിസ്റ്റർ ഓഫീസിൽ നിന്നാണ് വിളിക്കുന്നത് എന്ന് പറഞ്ഞൊരാൾ എന്നെ വിളിക്കുന്നു. അപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചിരുന്നോ? ഇല്ല, അങ്ങനെ ഒരു വിളി പ്രതീക്ഷിച്ചതല്ല. പക്ഷെ അതിന് തൊട്ട് മുമ്പ്, 1 അരമണിക്കൂർ മുമ്പ് BL സന്തോഷ് ജിയുടെ ഓഫീസിൽ നിന്ന് വിളിച്ചിരുന്നു. സന്തോഷ് ജി അല്ല സംസാരിച്ചത്, ഓഫീസ് സ്റ്റാഫ്, പാർട്ടിയുടെ അവരാണ് സംസാരിച്ചത്. അപ്പോൾ ബയോഡാറ്റ വേണം എന്ന് ആവശ്യപ്പെട്ടു. അപ്പോൾ സ്വാഭാവികമാണ്, പാർട്ടിയുടെ കാര്യകർത്താവ് എന്ന നിലയിൽ നമ്മുടെ ഒരു ബയോഡാറ്റ ഓഫീസിൽ വേണ്ടി വരുമല്ലോ. നേരത്തെ അതുണ്ട്, പക്ഷേ എന്നാൽ പുതിയ ചുമതല എന്നുള്ള നിലയ്ക്ക് ആവശ്യപ്പെട്ടതാണെന്നുള്ള ധാരണയിൽ ഞാൻ ബയോഡാറ്റ അയച്ചു കൊടുത്തു. പിന്നെ ഒരു 1 അരമണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് മോദിജിയുടെ ഓഫീസിൽ നിന്ന് വിളിക്കുന്നത്. പ്രൈം മിനിസ്റ്റർ ഓഫീസിൽ നിന്നാണ്. മോദിജിക്ക് സംസാരിക്കണം, കണക്ട് ചെയ്യാണ് എന്ന് പറഞ്ഞു. സത്യത്തിൽ ഇത് സത്യമാണോ എന്നുള്ളൊരു സംശയം മനസ്സിലുണ്ടായിരുന്നു. ആരെങ്കിലും സുഹൃത്തുക്കളൊക്കെ വെറുതെ ഒരു തമാശയ്ക്ക് വേണ്ടിയുള്ള സംഗതിയാണോ എന്നൊക്കെ സംശയിച്ചു. പക്ഷെ കുറച്ച് കഴിഞ്ഞ് മോദിജിയുടെ ശബ്ദം അങ്ങേ തലക്കൽ കേട്ടപ്പോൾ ഉറപ്പിച്ചു, ഇത് മോദിജി തന്നെ. അദ്ദേഹത്തിന്റെ മാത്രമായ ഒരു ശൈലിയിൽ
മാസ്റ്റർ ജി എന്നുള്ള അദ്ദേഹത്തിൻ്റെ പതിവ് അഭിസംബോധന. അങ്ങനെയാണ് തുടങ്ങിയത്. പിന്നെ കാര്യം പറഞ്ഞു. അപ്പോഴും ഞാൻ പറഞ്ഞല്ലോ, ഞാൻ തറയിൽ തന്നെയാണോ നിൽക്കുന്നത് എന്നൊക്കെയുള്ളൊരു സംശയം സത്യത്തിൽ ഉണ്ടായിരുന്നു. ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ അതിശയോക്തി കൂട്ടി പറയുന്നതല്ല. അപ്പോൾ നമ്മളൊരു സാധാരണ പ്രവർത്തകൻ, അപ്പോൾ മോദിജി നേരിട്ട് വിളിക്കുന്നു എന്ന് വരുമ്പോൾ ആ ഒരു മനസ്സിൻ്റെ അവസ്ഥ അങ്ങനെയായിരുന്നു. എങ്ങനെയാണ് കുടുംബം ഈ പുതിയ ദൗത്യത്തെ നോക്കിക്കാണുന്നത്? അല്ലെങ്കിൽ നമ്മൾ മകളുടെ പ്രതികരണങ്ങളൊക്കെ നമ്മൾ ചാനലിൽ കണ്ടിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് അത് അറിഞ്ഞപ്പോൾ ഉണ്ടായിരുന്ന അവരുടെ ഒരു റിയാക്ഷൻ ഒക്കെ എങ്ങനെയായിരുന്നു? തീർച്ചയായിട്ടും അവർക്കും കുടുംബത്തെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് വന്നുപെട്ട ഈ ദുരന്തത്തിന് ശേഷം പിന്നെ കുറച്ച് നാളുകൾക്ക് ശേഷമാണ് വിവാഹിതനാവുന്നത്. അപ്പോൾ സഹധർമ്മിണി നമ്മുടെ ഒരു പാർട്ടി ആശയത്തിൻ്റെ പശ്ചാത്തലത്തിൽ ജനിച്ചു വളർന്ന കുടുംബത്തിൽ ജനിച്ചു വളർന്ന ആളാണ്. അപ്പോൾ ഈ സംഭവത്തിന് ശേഷം ഞാൻ വിവാഹിതനാവുന്നു. അപ്പോൾ അന്ന് തൊട്ട് പിന്നെ എനിക്ക് പ്രസ്ഥാനത്തിൽ നിന്ന് കിട്ടുന്ന അമൂല്യമായ അനിർവചനീയമായ ആ മാനസിക പിന്തുണ മാത്രമല്ല, എല്ലാ അർത്ഥത്തിലും ഉള്ള തണലൊരുക്കുന്നത് എൻ്റെ പ്രസ്ഥാനം തന്നെയാണ്. പക്ഷേ വീട്ടിൽ എത്തിയാൽ കുടുംബത്തിൽ അത് തകരാതെ കാത്തു സൂക്ഷിക്കുന്നതിൻ്റെ ആളാണ് എൻ്റെ സഹധർമ്മിണി. ഞാനെപ്പോഴും പറയാറുണ്ട്, പറയാൻ മടിയില്ല. ഇന്ന് കാണുന്ന എൻ്റെ എല്ലാ കരുത്തിൻ്റെയും ഒരു ഭാഗം അവരിൽ നിന്ന് കിട്ടുന്നതാണ്. പരിപാടികൾക്ക് പോകുമ്പോഴാവട്ടെ, യാത്ര ചെയ്യുമ്പോഴാകട്ടെ, ആ തരത്തിലുള്ള ഒരു മാനസിക പിന്തുണ എപ്പോഴും കിട്ടുന്നുണ്ട്. മകളാണെങ്കിലും അവളെ സംബന്ധിച്ചിടത്തോളം ഇന്നുവരെ അവൾക്ക് ഓർമ്മ വെച്ച നാൾ മുതൽ എന്തുകൊണ്ട് അച്ഛൻ ഇങ്ങനെ ആയി എന്ന് എന്നോട് ചോദിച്ചിട്ടില്ല. എന്താണ് അച്ഛൻ്റെ പ്രശ്നം എന്ന് മോള് ചോദിച്ചിട്ടില്ല. അവളെല്ലാം അറിയുന്നുണ്ടായിരുന്നു. പക്ഷെ അതുകൊണ്ട് തന്നെ അച്ഛൻ്റെ ഇന്നലെ താങ്കൾ പറഞ്ഞതുപോലെ അവൾ പറഞ്ഞത് ഞാൻ കേൾക്കുകയായിരുന്നു വളരെയധികം സന്തോഷത്തോടെ. എത്ര കണ്ട് അവൾ എന്നെ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് എനിക്കറിയാൻ സാധിച്ചു. അപ്പോൾ അതുകൊണ്ട് അതിനെ സംബന്ധിച്ച് പിന്നെ മറ്റൊന്നും പറയാനില്ല. ഈ രണ്ടുപേരും, സഹധർമ്മിണിയും മോളും, നമ്മുടെ കുടുംബത്തിൽ എത്രമാത്രം കുടുംബത്തോട് ചേർന്ന് നിൽക്കുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് സമൂഹത്തിലെ നമ്മുടെ വിജയം. ഞാനതെപ്പോഴും പറയാറുണ്ട്. അതിന് എനിക്ക് പൂർണ്ണമായും സാധിക്കുന്നത് എൻ്റെ കുടുംബത്തിൻ്റെ കരുത്ത് കൊണ്ടാണ്, അല്ലെങ്കിൽ അവർ തരുന്ന പ്രേരണ കൊണ്ടാണ്, അവർ ഏകുന്ന ആത്മവിശ്വാസം കൊണ്ടാണ്. ഇപ്പോൾ എനിക്കറിയാം അങ്ങേക്ക് അത് ഓർത്തെടുക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാകാം, പക്ഷെ എന്നാലും ചോദിക്കാതിരിക്കാൻ പറ്റാത്തത് കൊണ്ട് ചോദിക്കുകയാണ്. 1994 ജനുവരി 25 31 വർഷങ്ങൾ. എങ്ങനെയാണ് ആ ഒരു രാത്രിയെ ഓർത്തെടുക്കുന്നത്? അത് സാമാന്യമായ നിലയ്ക്ക് രണ്ട് തരത്തിൽ നമുക്കതിനെ കാണാം. രണ്ട് തരം എന്ന് പറയുമ്പോൾ പൊതുവെ അറിയാമല്ലോ, കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം, പ്രത്യേകിച്ച് കണ്ണൂരിലെ രാഷ്ട്രീയ സാഹചര്യം. കണ്ണൂര് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഈറ്റില്ലമാണ് എന്നുള്ള അവരുടെ ഒരു സ്വയം അവകാശവാദം. അന്ന് പശ്ചിമ ബംഗാൾ സംസ്ഥാനത്തിലെ മിഡ്നാപൂർ ജില്ലയും പിന്നെ കണ്ണൂർ ജില്ലയുമാണ് ഈ നിലയ്ക്ക് അവരുടെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള രണ്ട് ജില്ലകൾ. അതെ, മിഡ്നാപൂരും കണ്ണൂരും. അതിൽ കണ്ണൂർ മികച്ചു നിൽക്കും. കാരണം കണ്ണൂരിലാണ് പാർട്ടിയുടെ ബീജാവാപം നടത്തിയത്. പിണറായിയിലെ പാറപ്പുറത്ത് 13 പേർ ചേർന്നിരുന്നുകൊണ്ടാണ് ഈ പാർട്ടിക്ക് രൂപം കൊടുത്തത് എന്നൊക്കെ അവർ പറയുന്നുണ്ട്, നമ്മൾ അറിയുന്നുണ്ട്. അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം ഇത് ഞങ്ങളുടെ സ്ഥലമാണ്, ഇത് ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. ഈ ജില്ലയിലെ ഓരോ പ്രദേശങ്ങളും ഞങ്ങളുടെ കേന്ദ്രങ്ങളാണ്, പാർട്ടി ശക്തി കേന്ദ്രങ്ങളാണ്. അവിടെ മറ്റ് ശബ്ദങ്ങൾ ഉയരുന്നത് ഞങ്ങൾക്ക് താല്പര്യമുള്ള കാര്യമല്ല. ഇപ്പം ഞാൻ ഈ പറയുന്ന അത്രയും മയത്തിലല്ല അവരുടെ സമീപനം. മറ്റ് മുദ്രാവാക്യങ്ങൾ ഉയരരുത്, മറ്റ് കൊടികൾ പാറരുത്, മറ്റൊരാശയം പ്രചരിക്കരുത്, ഇങ്ങനെയുള്ള ഒരു അവസ്ഥയോടെയാണ്, മാനസികാവസ്ഥയോടെയാണ് പ്രതിയോഗികളെ, ഇതര പ്രസ്ഥാനങ്ങളെ അവർ നോക്കിക്കാണുന്നത്. അത് നമുക്കറിയാം. പക്ഷെ സാഹചര്യം അതാണെങ്കിലും രാഷ്ട്രീയ സ്വയംസേവക സംഘം എന്ന പ്രസ്ഥാനം ഈ നാട്ടിലെ ജനങ്ങളെ സമീപിക്കുന്നത് ഇതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ദേശീയത എന്നതിൽ ഊന്നിക്കൊണ്ടുള്ള രാഷ്ട്രീയ സംസ്കാരം, കക്ഷിരാഷ്ട്രീയ സംസ്കാരം എന്നതിനപ്പുറത്ത് രാഷ്ട്രവുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ, രാഷ്ട്രനിർമ്മാണവുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ അത് ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ഒരു സംഘടനാ രീതി. ആ സംഘടനാ രീതി വിജയിക്കണമെങ്കിൽ സമാധാനപൂർണമായ, സ്വസ്ഥമായ ഒരു സാഹചര്യം വേണം. കാരണം ഹൃദയങ്ങൾ തമ്മിൽ സംവദിച്ചുകൊണ്ടാണ്. സംഘത്തെ സംബന്ധിച്ച് വലിയ പ്രചാരണ പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ടോ
പ്രസ്താവനകൾ നടത്തിക്കൊണ്ടോ പത്രസമ്മേളനങ്ങൾ നടത്തിക്കൊണ്ടോ ഒന്നുമല്ല. വ്യക്തികൾ തമ്മിൽ, ഹൃദയങ്ങൾ തമ്മിൽ കോർത്തിണക്കി അതിലൂടെ ഒരു സംഘടനയുണ്ടാക്കി ആ സംഘടന സമാജോന്മുഖമായി പ്രവർത്തന പദ്ധതികൾ ആവിഷ്കരിച്ച് ജനങ്ങളുടെ ക്ഷേമം ഉറപ്പുവരുത്തുക. ഇതാണ് ഏറ്റവും ലളിതമായ രീതിയിൽ വ്യാഖ്യാനിക്കുകയാണെങ്കിൽ സംഘപ്രവർത്തനം. ആ പ്രവർത്തനം ശൈലിയുമായിട്ട് രംഗത്ത് വന്ന സംഘപ്രവർത്തനം ഭാവിയിൽ ഒരു പക്ഷേ CPIM-ന്റെ കോട്ടകൊത്തളങ്ങളെ തകർക്കാൻ കഴിയുന്ന ഉജ്ജ്വല ശക്തിയായി പരിണമിച്ചേക്കും എന്നവർക്ക് മനസ്സിലാക്കിയിട്ടുണ്ടാവണം. അതനുസരിച്ചുള്ള അനുഭവങ്ങളൊക്കെ അവർക്ക് ഉണ്ടായിട്ടുണ്ടാകും. പ്രത്യേകിച്ച് അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ നാമമാത്രമായ പ്രവർത്തനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കണ്ണൂരിൽ ഒക്കെ, ചിലയിടങ്ങളിൽ മാത്രമായി ഒതുങ്ങുന്ന പ്രവർത്തനങ്ങൾ. എങ്കിൽ പോലും ഏറ്റവും ഉജ്ജ്വലമായ അടിയന്തരാവസ്ഥക്കെതിരെ, ഏകാധിപത്യത്തിനെതിരെ ഉജ്ജ്വലമായ പോരാട്ടങ്ങൾ നടന്നത് ഇവിടെയാണ്. 10 പേര് 12 പേര് വീതമുള്ള സമരഭടന്മാർ സത്യഗ്രഹം അനുഷ്ഠിക്കാൻ വേണ്ടി പോകുന്നതും അവിടെ പോലീസിൻ്റെ ഭീകര മർദ്ദനമേൽക്കുന്നതും ഒക്കെ കണ്ണൂരിൻ്റെ ഒരു ചിത്രമായിരുന്നു. ആ ചിത്രം ജനങ്ങൾ ശ്രദ്ധിച്ചു. ഇവരാണ് യഥാർത്ഥത്തിൽ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർ, സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവർ എന്ന ബോധ്യം അവർക്കുണ്ടായി. കൂട്ടത്തിൽ ഞാൻ പറയാം, DYFI, അന്ന് KSYF, അതിൻ്റെ ജില്ലാ സമിതിയിലൊക്കെ ഉൾപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന ഒരധ്യാപകൻ, ഞാൻ പേര് പറയുന്നില്ല, അദ്ദേഹം ബസ്സിൽ പോകുന്ന വഴിക്ക് ഇങ്ങനെ ഒരു സമര പരിപാടി കാണുകയാണ്. ഭാരത് മാതാവിന് ജയകാരം മുഴക്കി മണ്ണിൽ കമിഴ്ന്ന് കിടന്നുകൊണ്ട് പോലീസിന്റെ ലാത്തിയടി ഏറ്റുവാങ്ങുന്ന 10-12 ചെറുപ്പക്കാരെ അദ്ദേഹം ബസ്സിൽ യാത്ര ചെയ്യുന്നതിനിടയിൽ കാണുകയാണ്. അദ്ദേഹം ആ യാത്രക്കിടയിൽ അദ്ദേഹത്തിന് പരിവർത്തനം ഉണ്ടാകുന്നു. അദ്ദേഹം പറയുന്നു, എനിക്കൊരു സംഘടനയുണ്ട്, പക്ഷെ ഈ രീതിയിലുള്ള സമരവീര്യത്തോടെയുള്ള പോരാട്ടം എനിക്ക് കാണാൻ കഴിയുന്നില്ല. ഇതാണ് പ്രവർത്തനം, ഇതാണ് വേണ്ടത് എന്ന് അദ്ദേഹം ആ യാത്രക്കിടെ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. അധ്യാപകൻ ഒരു നിമിഷം കൊണ്ട് പരിവർത്തനം സംഭവിക്കുകയാണ്. പിന്നീട് അദ്ദേഹം കണ്ണൂർ ജില്ലയിലെ സംഘപ്രസ്ഥാനങ്ങളുടെ മുഖ്യ വക്താവായി മാറിയ ചരിത്രം ഈ കണ്ണൂരിലുണ്ട്. ഇതൊറ്റ സംഭവം മാത്രമാണ്, അങ്ങനെ അനേകം സംഭവങ്ങളുണ്ട്. അപ്പം അതുവഴി ജനപിന്തുണ ആർജിച്ചുകൊണ്ട് ഈ ദേശീയ പ്രസ്ഥാനം മുന്നോട്ട് വരുന്നു എന്ന് കാണുമ്പോൾ അവർക്കറിയാവുന്നൊരു മാർഗം ഒന്നേ ഉള്ളൂ, അക്രമ രാഷ്ട്രീയത്തിൻ്റെ മാർഗമാണ്. ഈ പ്രവർത്തനത്തിലേക്ക് പോകുന്ന ആളുകളെ ഭീഷണിപ്പെടുത്തുക, ചിലരെ പ്രലോഭിപ്പിച്ച് പിന്മാറ്റാൻ സാധിക്കുമെങ്കിൽ അത് ചെയ്യുക. ഇത് രണ്ടിനും വഴങ്ങുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അക്രമം എന്ന നിലയിലേക്ക് അത് വികസിക്കുകയല്ല വികസിപ്പിക്കുകയാണ്. അങ്ങനെ സംഭവങ്ങൾ ഉണ്ടാവുകയാണ്. അങ്ങനെയാണ് കണ്ണൂരിൽ, കേരളത്തിൽ ഒക്കെ അക്രമ രാഷ്ട്രീയം ഉണ്ടാകുന്നത്. അപ്പം നമുക്കറിയാം, കണ്ണൂരിൽ മാത്രമല്ല, പിന്നീടത് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും. ഇപ്പം കണ്ണൂരിൽ ആദ്യം തന്നെ 1969 വാടിക്കൽ രാമകൃഷ്ണൻ എന്ന് പറയുന്ന സംഘകാര്യകർത്താവിനെ വധിക്കുകയാണ്. പിന്നീട് നിരന്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നു. പിന്നെ അത് മറ്റ് ജില്ലകളിലേക്ക് വ്യാപിക്കുന്നു. തൃശ്ശൂരിൽ, ചാവക്കാട് പോലുള്ള പ്രദേശങ്ങളിൽ, ഗുരുവായൂർ മേഖലയിൽ അക്രമ സംഭവങ്ങൾ ഉണ്ടാകുന്നു. പാലക്കാട്, കഞ്ചിക്കോട് പോലുള്ള ഭാഗങ്ങളിൽ ഉണ്ടാകുന്നു. തിരുവനന്തപുരത്തുണ്ടാകുന്നു, കൊല്ലത്തുണ്ടാകുന്നു. അങ്ങനെ അത് കുറേശ്ശെ. പക്ഷെ കണ്ണൂരിലേതുപോലെ പടർന്നു പിടിച്ച സംഘടിതമായ ആക്രമണം മറ്റ് പ്രദേശങ്ങളിൽ അങ്ങനെ ഉണ്ടായിരുന്നില്ല. നമുക്കറിയാം, അന്ന് ജനസംഘത്തിൻ്റെ ഒക്കെ മുതിർന്ന ഭരതേട്ടൻ, TN ഭരതൻ, അദ്ദേഹത്തിൻ്റെ മകനാണ് ദുർഗാദാസ്. അദ്ദേഹം പ്രചാരകനായിരുന്നു. അപ്പോൾ കോളേജ് വിദ്യാർത്ഥികളെ സംഘടിപ്പിക്കുന്ന പ്രവർത്തനത്തിനായിട്ട് കോളേജ് ക്യാമ്പസിൽ ചെന്ന സമയത്ത് അവിടെ വെച്ചാണ് അദ്ദേഹത്തെ കൊലപ്പെടുത്തുന്നത്, ദുർഗാദാസിനെ. ദുർഗാദാസിൻ്റെ ചേതനയേറ്റ ശരീരം ഏറ്റുവാങ്ങിയ ഭരതേട്ടൻ്റെ ആ ചിത്രം എല്ലാവരുടെ മനസ്സിലുമുണ്ട്. സംഘത്തിന് സമർപ്പിച്ച എൻ്റെ മകനാണ്, അവൻ ജീവിച്ചാലും മരിച്ചാലും അത് പുണ്യകർമ്മമാണ് എന്നൊക്കെയുള്ള നിലയ്ക്ക് ഉജ്ജ്വലമായ വാക്കുകൾ പറഞ്ഞുകൊണ്ടാണ് ഭരതേട്ടൻ ദുർഗാദാസ് അദ്ദേഹത്തിൻ്റെ മൃതശരീരം ഏറ്റുവാങ്ങുന്നത്. അങ്ങനെ നമുക്കറിയാം, നിലമേൽ NSS കോളേജിലുണ്ടായ പ്രശ്നം, മുരുക്കുംപുഴയിലുണ്ടായ സംഭവം, അത്തന്നാളിൽ 3 പ്രവർത്തകരെ ചെളിയിൽ ചവിട്ടിത്താഴ്ത്തി കൊലപ്പെടുത്തിയ സംഭവം, മുരുക്കുംപുഴയിൽ 3 വിദ്യാർത്ഥികളെ യൗവനത്തിൻ്റെ തുടിപ്പിലേക്ക് കടന്നു വന്ന ആ കൊച്ചു കുട്ടികളെ പുഴയിലേക്ക് ചാടിച്ച് വെള്ളത്തിൽ മുക്കിക്കൊന്ന സംഭവമുണ്ട്. അങ്ങനെ അനേകം സംഭവങ്ങളുണ്ട്. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ 2 തരം എന്ന് പറയാൻ കാരണം അതാണ്. ഇത്തരം ചരിത്രങ്ങൾ ജനസമക്ഷം അവതരിപ്പിക്കേണ്ടതുണ്ടോ എന്നൊരു സംശയം നമ്മുടെ മനസ്സിലുണ്ട്. കാരണം ഇതൊന്നും നമ്മൾ ശാശ്വതമായി നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന അന്തരീക്ഷമല്ല. കാരണം ജനക്ഷേമം അല്ലെങ്കിൽ ജനങ്ങളുടെ ഉന്നമനം എന്നൊക്കെ പറയുന്നത് ആരോഗ്യപൂർണമായ മനസ്സും കൂടി ഉണ്ടാകുമ്പോഴാണ്. സ്വസ്ഥമായ മനസ്സ്, സമാധാനപൂർണമായ മനസ്സ് ഉണ്ടാകുമ്പോൾ കൂടിയാണ്
നമ്മൾ ഹൈവേ 6 വരി പാത പണിതത് കൊണ്ട് കാര്യമില്ല. 6 വരി പാതയിൽ ഒരു ആക്സിഡന്റ് നടന്നാൽ പോലും നമ്മുടെ മനസ്സിൽ അസ്വസ്ഥതയാണ്. അപ്പോൾ ആ അസ്വസ്ഥമായ മനസ്സ് സൃഷ്ടിക്കപ്പെടരുത് എന്ന നിർബന്ധം സംഘപ്രസ്ഥാനങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം സംഭവങ്ങൾ പാസ്റ്റ് ഈസ് പാസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് മാറ്റിവെക്കണം. കാരണം അത് വീണ്ടും വീണ്ടും ചികഞ്ഞെടുത്ത് ചർച്ച ചെയ്ത് പറയുന്ന ആളിലും കേൾക്കുന്ന ആളിലും അത് വീണ്ടും ഒരു അസ്വസ്ഥതയായി പടർന്ന് അതുവഴി സംഘർഷമായി അത് രൂപപ്പെട്ട് അങ്ങനെ ആവരുത് എന്നൊരു പ്രാർത്ഥനയും അങ്ങനെയൊരു ചിന്തയും എൻ്റെ മനസ്സിലുണ്ട്. അതുകൊണ്ട് ആ അന്തരീക്ഷത്തിന് വിഘാതമാകുന്ന അരവാക്കുപോലും എന്നിൽ നിന്നുണ്ടാകരുത് എന്നെനിക്ക് നിർബന്ധമുണ്ട്. അത് എൻ്റെ ഒരു തോന്നലോ ചിന്തയോ അല്ല, മുഴുവൻ പ്രസ്ഥാനവും അങ്ങനെയാണ് ചിന്തിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഈ അക്രമ സംഭവങ്ങളൊക്കെ നമുക്ക് നേരെ സൃഷ്ടിച്ചവരാണെങ്കിൽ തന്നെയും ശത്രുതാഭാവത്തോടെ അവരെ കാണാൻ സംഘപ്രവർത്തകർ സന്നദ്ധരല്ല. ഇന്നലെയൊക്കെ വന്ന ആളുകളോടൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ അത് തന്നെയാണ് പറഞ്ഞത്. അവരെ കൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മൾ നാടിനു വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ്. നമുക്ക് നേരെ വാളോങ്ങിയവരാണ് എങ്കിൽ തന്നെയും അവരെയും കൂടെ ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് നാടിനു വേണ്ടി പ്രവർത്തിക്കാം എന്ന ഒരു നയമാണ് ഞങ്ങളുടേത്. പ്രത്യേകിച്ച് ചെറുപ്പം തൊട്ടേ സംഘത്തിൻ്റെ ശാഖയിലൊക്കെ മുതിർന്ന ആളുകൾ വന്നാൽ പറയുന്നൊരു കാര്യമുണ്ട്. നമ്മുടെ മുന്നിൽ 2 കൂട്ടരേ ഉള്ളൂ. ഒന്ന്, ഇന്ന് നമ്മോടൊപ്പമുള്ളവർ. 2, നാളെ നമ്മോടൊപ്പം ചേരേണ്ടവർ. ഇതിനപ്പുറത്ത് നമുക്ക് ശത്രുക്കളോ മറ്റ് കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ഇന്ന് കൂടെയുള്ളവർ നാളെ ഉണ്ടാകേണ്ടവരും. അപ്പോൾ ഇവരൊക്കെ നാളെ നമ്മുടെ കൂടെ ഉണ്ടാകേണ്ടവരാണ്. അപ്പോൾ ആ നിലയ്ക്ക് അവരെ സാഹോദര്യ ഭാവത്തോടെ തന്നെ സമീപിക്കണം എന്നാണ് ചിന്തിക്കുന്നത്. അവരെന്തൊക്കെ ഏതൊക്കെ തരത്തിൽ പറഞ്ഞാലും നാളെ എല്ലാവരും ഒരുമിച്ച് പോകേണ്ടവരാണ്, ഒരുമിച്ച് പോരേണ്ടവരാണ്, ഒരുമിച്ച് ചേരേണ്ടവരാണ് എന്ന കാഴ്ചപ്പാടോടെ തന്നെ അവർ സമീപിക്കും എന്നുള്ളതാണ്. അതാണ് അതിനെക്കുറിച്ച്. ഇതാണ് 2 തലം. ഒന്ന് ആ ഒരു പഴയ ചരിത്രം, മറ്റൊന്ന് അതിൽ നിന്ന് വേറിട്ടുകൊണ്ട് അവരോടുള്ളൊരു സമീപനം. അങ്ങനെയാണ്.